الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണെന്ന ബോധത്തോടുകൂടി സന്തോഷവും സന്താപങ്ങളും ദുഃഖങ്ങളുമല്ല അവനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. മനുഷ്യരായ നാം പ്രകൃത്യാ സന്തോഷിക്കുവാനും ആസ്വദിക്കുവാനുമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അല്ലാഹു അത് നമുക്ക് അനുവദിച്ചിട്ടുമുണ്ട്. ദുഃഖിച്ചു കഴിയാനും കഷ്ടപ്പെട്ട് കഴിയാനും അള്ളാഹു വിധിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളാലും ശ്രദ്ധക്കുറവ് കാരണത്താലും ദുഃഖങ്ങളും ദുരിതങ്ങളും മനുഷ്യനെ ബാധിക്കുന്നു. ഈ സന്തോഷങ്ങളിൽ ഏറ്റവും നല്ല സന്തോഷം സ്വന്തമായി മറ്റാരെയും കാണിക്കാനില്ലാതെ ആരിൽ നിന്നും പ്രതിഫലം വാങ്ങാത്ത ആത്മാർത്ഥമായി തന്നെ സൃഷ്ടിച്ച റഹ്മാനും റഹീമുമായ അള്ളാഹുവിന് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ തന്നെയാണ് ഏറ്റവും മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. മനുഷ്യന്റെ ദുഃഖങ്ങളെയും ഭാരങ്ങളെയും ഇറക്കി വെക്കാനും മനസ്സിന് കുളിർമ കിട്ടാനും മറ്റ് എന്ത് ഭൗതികമായ ഘടകങ്ങളെക്കാളും നല്ലത് മനസാക്ഷിക്കുള്ളിൽ നിന്ന് വരുന്ന ഞാൻ നന്മ മാത്രമാണ് ചെയ്യുന്നത്, ആരോടും എന്തിനോടും തെറ്റ് ചെയ്തിട്ടില്ല എന്ന ആ ഒരു സൽക്കർമ്മത്തിന്റെ ബോധമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത്. അത് നമ്മൾ ആസ്വദിച്ചിട്ട് അനുഭവിക്കുക തന്നെ വേണം. അതുപോലെ മറ്റുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ നന്മ ചെയ്തു കൊടുക്കുമ്പോൾ ആ നന്മ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആ ഒരു സന്തോഷം അതും
മനുഷ്യന് ഊർജവും സമാധാനവും ദുഃഖത്തിൽ നിന്ന് മോചനം നൽകുന്ന ഒരു വലിയ കർമ്മങ്ങളാണ്. ഈ തരത്തിലുള്ള സന്തോഷങ്ങളായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ആസ്വദിക്കാമോ അതെല്ലാം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ പഠിച്ചവൻ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിൽ ഹലാലുമുണ്ട്, ഹറാമുമുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ ഖൈറും ഷർറും. ആ നിലക്ക് ഹറാമുകളും ഹലാലുകളും അള്ളാഹു തആല തന്നെയാണ് ഇവിടെ നമുക്ക് ഒരുക്കിയത്. അതിൽ ഏത് രൂപത്തിൽ നമ്മൾ സന്തോഷിക്കണം, ഏതെല്ലാം ഒഴിവാക്കണം നമ്മൾ എന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ കാലഘട്ടം ആസ്വാദനത്തിന്റെ കാലഘട്ടമാണ്. എങ്ങനെയെങ്കിലും ഏത് വിധേനയെങ്കിലും അടിച്ചു പൊളിച്ച് ആസ്വദിക്കാനുള്ള അവസരമാണ്. ഗൗരവതരമായ ഉത്തരവാദിത്വം തന്റെ കുടുംബത്തിനോട്, മാതാപിതാക്കളോട്, കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരോട്, താൻ ജീവിക്കുന്ന ഈ രാജ്യത്തിനോടും മണ്ണിനോടും ഇവിടെയുള്ള സമൂഹത്തിനോടും എനിക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നെ കൊണ്ടാവുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന ഗൗരവപൂർണമായ ചിന്തയെക്കാളും എല്ലാം മറന്ന് ആസ്വദിക്കണം എന്നതാണ് മനുഷ്യന്റെ ഒരു സാഹചര്യം. അതുപോലെ തന്നെ ആവശ്യത്തേക്കാൾ അധികം ആർഭാടങ്ങൾക്കും ഉല്ലാസങ്ങൾക്കുമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അനിവാര്യമായ ജീവിത ആവശ്യങ്ങൾ പോലും മറന്ന് ആർഭാടങ്ങളിലാണ് മനുഷ്യൻ തള്ളി നീക്കുന്നത്. ഒരു കല്യാണമുണ്ടായാൽ അത് പരമാവധി നാട്ടിൽ ഉഗ്രനായിരുന്നു എന്ന് പറയപ്പെടാവുന്ന തരത്തിലുള്ള ആർഭാടം സ്വയം കുട്ടികൾക്കും മക്കൾക്കും തനിക്കും കടം വരുത്തിയിട്ടെങ്കിലും ആർഭാടം നടത്തണം എന്നാണ് എല്ലാ രംഗത്തും മനുഷ്യന്റെ ആഗ്രഹം. സഹോദരങ്ങളെ, ചില ഗതകാല അനുഭവങ്ങൾ നമ്മൾ ഓർക്കണം. ഈ കഴിഞ്ഞ ഈ പുതുവർഷത്തിൽ തുടക്കത്തിൽ 2 അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി. നമ്മളൊക്കെ വായിച്ചു കാണും. മലയാളികളായ നമ്മുടെ മലപ്പുറം ജില്ലക്കാരായ 10 പേരുടെ മരണത്തിനിടയാക്കിയ മദീനയിൽ വെച്ചും അബൂദാബിയിൽ വെച്ചും ഉണ്ടായ 2 മരണങ്ങൾ. അതൊക്കെ പത്രത്തിന്റെ വെണ്ടക്ക തലക്കെട്ടുകൾക്ക് അപ്പുറത്ത് നമുക്കൊക്കെ എന്തെങ്കിലും മനസ്സിൽ തട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുറെ കുട്ടികൾ പിതാക്കൾക്ക് നഷ്ടപ്പെട്ടു. ആ പിതാക്കൾ എന്നും പോറ്റി വളർത്തി ഉദരത്തിൽ കൊണ്ടു നടന്ന് വളർത്തിയെടുത്ത് വലുതായി പറക്കമുറ്റുന്ന സമയമായപ്പോൾ ഒരു കുലയിൽ നിന്ന് 3-4 കുഞ്ഞുങ്ങൾ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നപ്പോൾ ആ രക്ഷിതാക്കൾക്കുണ്ടായ ദുരിതം, ദുഃഖം നമ്മൾക്കുണ്ടാവണമെന്നില്ല. അത് അവരെ അനുഭവിക്കേണ്ടതുള്ളൂ. പക്ഷേ നമുക്ക് ചില പാഠങ്ങളുണ്ട്. അതുപോലെ കുറെ മക്കൾ അനാഥകളായി, ആരും നോക്കാനാളില്ലാത്ത യതീമുകളായി മാറിയപ്പോൾ ആ മക്കളുടെ ദുരന്തത്തിൽ പങ്കുചേരാൻ നമുക്ക് കഴിയണമെന്നില്ല. പക്ഷേ ചില പാഠങ്ങളുണ്ട് നമുക്ക്. യാത്രകളും ഉല്ലാസങ്ങളും ഇന്ന് കൂടുതലാണ്. മറ്റേത് കാലഘട്ടത്തെക്കാളും കൂടുതൽ ടൂറിസം ലോകത്ത് വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇസ്ലാം അതിനെ അനുവദിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ടൂറിസം അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ഫതകൂന ലഹും ഖുലൂബൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. നിങ്ങൾ എന്താണ് ഭൂമിയിൽ സഞ്ചരിക്കാത്തത് എന്ന് ഖുർആൻ ചോദിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ.
സൂറത്തു ഹജ്ജിലെ ഒരു വചനമാണ് ഞാൻ ഈ ഓതിക്കേൾപ്പിച്ചത്. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ? നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കൂ. എന്നിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന ഒരുപാട് ഹൃദയങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. കേട്ട് ഗ്രഹിക്കാവുന്ന കാതുകൾ നിങ്ങൾക്കുണ്ടാവണം. എന്നാൽ കേൾക്കാത്തത് കൊണ്ടും ചിന്തിക്കാത്തത് കൊണ്ടും അതിന് കഴിവില്ലാത്തത് കൊണ്ടല്ല. കണ്ണുകൾ അന്ധമായത് കൊണ്ടല്ല, കണ്ണു കാണാത്തത് കൊണ്ടല്ല. വലാകിൻ തഅമൽ ഖുലൂബുല്ലതീ ഫി സുദൂർ, കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ബുദ്ധി, ഇതെന്താണ് ഞാൻ ഈ കാണുന്നതിന്റെ പിന്നിൽ, ഇതെനിക്ക് പറ്റുമോ പറ്റാത്തതാണോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ ചെയ്യാത്തതാണോ, എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്, ഞാൻ ആരോടാണ് കടപ്പെട്ടിട്ടുള്ളത് എന്ന ആ ഹൃദയത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഹൃദയങ്ങൾക്ക് മന്ദത ബാധിച്ചതാണ് മനുഷ്യന്റെ പ്രശ്നം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സഞ്ചരിക്കണം, കാണണം, ഒക്കെ പലതും ശരിയാണ്. പക്ഷേ ടൂറിസത്തിന്റെ മറവിൽ എല്ലാ മര്യാദകളും, എല്ലാ ചാരിത്രവും, എല്ലാ നന്മയും, എല്ലാ സനാതന മൂല്യങ്ങളും തകർക്കപ്പെടുകയും ആ തകർക്കപ്പെട്ടുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ടൂറിസത്തെ വളർത്തിയെടുത്താലേ ലാഭം കൊയ്യാൻ കഴിയുകയുള്ളൂ എന്നും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ചെറിയ പിഞ്ചു മക്കളെ പോലും ഇതിനിരയാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ചിലത് ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുമ്പോൾ നമുക്ക് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അവർ യാത്രക്കാരായിരുന്നു. ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹിലത ശിതാഇ വസ്സൈഫ് എന്ന ഈ സൂറത്ത് ഖുറൈശിലെ ആയത്ത് തന്നെ 6 മാസം കൂടുമ്പോൾ യമനിലേക്കും 6 മാസം കൂടുമ്പോൾ ഷാമിലേക്കും 1 മാസത്തിലും അതിലേറെയും യാത്ര ചെയ്യുന്ന യാത്രക്കാരായിരുന്നു അറബികൾ. അവരുടെ യാത്രയെ പറ്റിയാണ് ആ സൂറത്ത് പറയുന്നത്. അങ്ങനെ യാത്രയിൽ മുഴുകി യാത്രയിൽ മാത്രം ജീവിതത്തിന്റെ അന്നം കണ്ടെത്തിയിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ യാത്ര പോകുമ്പോൾ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ യാത്രക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ മാത്രം മനാസിക്കെടുത്ത് വായിച്ച് ആരോ ചൊല്ലിത്തരുമ്പോൾ കേൾക്കുന്നതാണ്. അതല്ല, നമ്മളൊക്കെ നിത്യയാത്രക്കാരാണ്. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര പോകുന്നവരാണ്. ദീർഘമാവട്ടെ അല്ലെങ്കിൽ ചെറിയ ദൂരമാവട്ടെ യാത്ര പോകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ 3 വട്ടം അവന്റെ മഹത്വം വാഴ്ത്തണം. കാരണം അവന്റെ മഹത്വം കൊണ്ടാണ് നിങ്ങൾക്ക് യാത്ര പോകാനുള്ള സൗകര്യം കിട്ടിയത്. അവനാണ് വലിയവൻ. അവനെ മറന്നുകൊണ്ടുള്ള ഒരു യാത്ര നമുക്കുണ്ടായിക്കൂടാ എങ്ങോട്ടായാലും. അതുകൊണ്ട് 3 വട്ടം തക്ബീർ ചൊല്ലിയിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അല്ലാഹുവേ നീയാണ് ഞങ്ങൾക്ക് ഈ വാഹനം തരപ്പെടുത്തി തന്നത്. എത്രയെല്ലാം കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയി. ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കഴിഞ്ഞ് ഇന്ന് അത്യപൂർവമായ അത്ഭുതകരമായ വാഹനപ്പുറത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അലം തറ അന്നൽ ഫുൽക തജ്രീ ഫിൽ ബഹരി ബിനിഅമത്തില്ലാഹി ലിയുരിയകും മിൻ ആയാതിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. നിങ്ങൾ കടലിൽ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു നൽകിയ ഈ നിഅമത്തിന്റെ കാര്യത്തിൽ ആലോചിക്കാനും അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി ചെയ്യാനും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയതെന്നും നിങ്ങൾ നന്ദി ചെയ്തുകൊണ്ട് യാത്ര ചെയ്യണമെന്നുമൊക്കെ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അതാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഈ വണ്ടിയെ അല്ലെങ്കിൽ ഈ മൃഗത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ ഞങ്ങളല്ല അതിനെ നിയന്ത്രിക്കുന്നത്. നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഡ്രൈവർ
ഒരു ചക്രം പിടിച്ചിരിക്കുന്ന ഡ്രൈവർ അയാളുടെ കയ്യിലും കാതിലും കണ്ണിലും കാലിലുമൊക്കെ ഒരുപക്ഷെ നിയന്ത്രണമുണ്ട്, സ്മാർട്ടാണ്, സമർത്ഥനാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളുടെ യാത്രയിലെ മൊത്തം നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങളെ കൊണ്ട് അതിനെ കീഴ്പ്പെടുത്താനാവില്ല എന്ന ആ ഒരു വിനയത്തിന്റെ ഖുലിഖൽ ഇൻസാനു ദഈഫ, ഞാനൊരു ദുർബലനാണ്, ഞങ്ങൾ ഇതിലിരിക്കുന്നവർ ഒരു ദുർബലരാണ്, ഞങ്ങളെ കൊണ്ടാവില്ല എന്ന ദൗർബല്യത്തിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ യാത്ര തുടങ്ങേണ്ടത്. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങേണ്ടവരാണ്. ഒന്നുകിൽ ഈ യാത്രയിൽ, അല്ലെങ്കിൽ ഇതിന്റെ തിരിച്ചുവരവിൽ, അതല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ റബ്ബിങ്കലേക്ക് മടങ്ങേണ്ടവരാണ്. നാളെ എന്ത് ചെയ്യുമെന്ന്, ഏത് മണ്ണിൽ വെച്ച് മരിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒറ്റക്കൊറ്റക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണെന്നുള്ള ബോധം വീണ്ടും വീണ്ടും ഉണ്ടാവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന പഠിപ്പിച്ചത്. തുടർന്നുകൊണ്ട് വാഹനത്തിൽ കയറിയിരുന്നാൽ നബി ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് പുണ്യമാണ് നൽകേണ്ടത്. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതാണ് പഠനയാത്ര. ഒരുപാട് ജീവിതത്തിൽ അനുഭവം കിട്ടണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. പുണ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ പുണ്യത്തിൽ കൂടി സൂക്ഷ്മതയുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നാളെയുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ പറ്റിയ സൂക്ഷ്മതാബോധമാണ് ഞങ്ങൾക്ക് ഈ യാത്രയിൽ വേണ്ടത്. പഠിച്ചവന് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ. അല്ലാഹുവേ, ഈ യാത്രയിൽ നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് ഞങ്ങൾ ഇന്നോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ വത്വി അന്നാ ബുഅദഹു. അല്ലാഹുവേ, ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണമേ. ആ ദൂരം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറച്ചു തരണമേ. ദൂരം അനുഭവിച്ച് ദൂരത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് മാറ്റി എളുപ്പത്തിലെത്താനുള്ള തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ. അല്ലാഹുവേ, ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നീയാണുള്ളത്. നോക്കൂ, എത്രമാത്രം മനസ്സിൽ തട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ. വായുവിലാണെങ്കിലും കടലിലാണെങ്കിലും തന്റെ കയ്യിലിരിക്കുന്ന സ്പീഡോമീറ്റർ കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിലും അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, ഈ യാത്രയിൽ പഠിച്ചവനെ നീയാണ് എന്റെ സാഹിബ്, കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ മാലി വൽ അഹ്ൽ, എന്റെ മക്കളിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സമ്പത്തിൽ നീയാണ് ഇതിന്റെ പിൻഗാമിയായി ഞാൻ ഇന്നയാണ് ഈ തവക്കുലാക്കുന്നത്, ഏൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള ബോധപൂർവമായ യാത്രകളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെ പറ്റിയാണ് സഹോദരന്മാരെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. കണ്ടും കേട്ടും നമ്മൾ അനുഭവിച്ചും ചുറ്റുപാടുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമല്ല നമ്മൾ നടത്തുന്നതെങ്കിൽ അള്ളാഹു ആർക്കെന്ത് വിധിച്ചു എന്നറിഞ്ഞുകൂടാ. പക്ഷേ ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും ജീവിതത്തിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്നും ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും പൊതുകാര്യത്തിന് വേണ്ടിയും നന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന ആ ഒരു ഹലാവത്ത്, ജീവിതത്തിന്റെ മധുരം എപ്പോഴും നിലനിർത്തിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ
وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. യാത്രയിലെ പ്രാർത്ഥന നമ്മൾ പഠിക്കുക തന്നെ വേണം. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇസ് സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ. അല്ലാഹുവേ, ഞാൻ ഈ യാത്രയിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. വസൂഇൽ മൻദർ, ചീത്തയായ കാഴ്ചകൾ കണ്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന്, എല്ലാ സന്തോഷങ്ങളും ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്, തന്റെ കുടുംബത്തിലേക്കും നാട്ടിലേക്കും തന്റെ സമ്പാദ്യങ്ങളിലേക്കും തിരിച്ചു വരുമ്പോൾ മോശപ്പെട്ട രൂപത്തിൽ തിരിച്ചു വരുന്ന, ആരും ആഗ്രഹിക്കാത്ത രൂപത്തിൽ കണ്ണുനീരോടുകൂടി തിരിച്ചു വരുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ അല്ലാഹുവേ, നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. യാത്രയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം: സലാസു ദഅവാത്തിൻ മുസ്തജാബ്, 3 പ്രാർത്ഥന എപ്പോഴും അല്ലാഹു സ്വീകരിക്കും. ഒന്ന്, അസ്സായിം ദഅവത്തു സ്സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മദ്ലൂം, മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാമ്പത്തികമായോ മർദ്ദനത്തിനിരയായ പീഡിതരായ മനുഷ്യന്മാരുടെ പ്രാർത്ഥന. മൂന്നാമത് ദഅവത്തുൽ മുസാഫിർ, യാത്ര ചെയ്യുന്നവന്റെ പ്രാർത്ഥന. ഈ 3 പ്രാർത്ഥനകളിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ സൗർ ഗുഹയിൽ ഇരിക്കുമ്പോ, ഇസറ പോയി ഇസറയുടെ വഴിയിൽ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോ, ശത്രുക്കൾ ചുറ്റുഭാഗത്തും തെരഞ്ഞു നടക്കുമ്പോൾ, അവസാനം ഗുഹാമുഖത്ത് ശത്രുക്കളുടെ കാല് കാണുകയാണ് അബൂബക്കർ സിദ്ദീഖ്, കൂടെയുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ്. ശത്രുക്കൾ ഇങ്ങനെ കുനിഞ്ഞു നോക്കിയാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: റസൂലേ, അവർ കുനിഞ്ഞ് കുമ്പിട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ, നമ്മൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്: മാലക യാ അബൂബക്കർ മാലക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, നമ്മളെ രണ്ടാളെ പറ്റി നീ എന്ത് വിചാരിച്ചു? അല്ലാഹു സാലിസുഹുമ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. അതാണ് അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ. അല്ലാഹുവേ, യാത്രയിൽ നീയാണ് കൂട്ടുകാരൻ. അതുകൊണ്ട് സഹോദരന്മാരെ, യാത്രയിലാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും അള്ളാഹുവിനെ കൂട്ടുകൂട്ടാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുക മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ആ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് പള്ളിയുടെ കാര്യങ്ങൾ പറയാറുള്ളത്. നിങ്ങൾ പള്ളിക്ക് വേണ്ടി സഹായിക്കണം. നോമ്പ് വരികയാണ്. അത്യാവശ്യമായ ചില്ലറ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടതുണ്ട്. ഉള്ളിലും പുറത്തുമുണ്ടെങ്കിലും എല്ലാം നടത്തുന്നില്ലെങ്കിലും അത്യാവശ്യമായി വൃത്തികേടാവാതിരിക്കാനുള്ള ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടതുണ്ട്. നമ്മളൊരു ബക്കറ്റിൽ എന്തെങ്കിലും ഇട്ടാൽ അത് ഒന്നും ആവില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ബക്കറ്റിലിടുന്നത് നിങ്ങൾ എന്നും കുറച്ചുകൂടി ഒരു മനസ്സറിഞ്ഞ് ബക്കറ്റിലോ പെട്ടിയിലോ ഇടുന്നതോടൊപ്പം ഈ റമദാനിന്റെ മുമ്പായിട്ട് അത്യാവശ്യമായി തീർക്കാനുള്ള ചില അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ കാര്യമായ സംഖ്യ സ്പോൺസർ ചെയ്യാനോ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഉദ്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നതിൽ നിന്ന് അല്ലാഹു നമ്മളെയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കഷ്ടപ്പെടുന്നവർക്കും ദുരന്തം കണ്ണുനീരും അനുഭവിക്കുന്നവർക്കും അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. മരിച്ചുപോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ